ഇന്ത്യയുമായി 5000 വർഷങ്ങളിലധികം ബന്ധമുള്ളൊരു രാജ്യമാണ് ഇറാൻ. ഇറാൻ എന്ന് പറയുന്ന ഒരു പുരാതന നാഗരികതയാണ്, ആധുനിക രാജ്യമാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നുകൂടിയാണ് ഇറാൻ. ഇറാനിലെ ഒരു മലയാളിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇറാന്റെ ജീവിതത്തെക്കുറിച്ച്, ഇറാനിൽ നമ്മുടെ മലയാളികളെക്കുറിച്ച്, ലോക സമാധാനത്തെക്കുറിച്ച്, എല്ലാ രാജ്യങ്ങളിലെയും സമാധാനവാദികൾ മുമ്പോട്ട് വരേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹമാണ് നമ്മളോട് സംസാരിക്കുന്നത്. തൽക്കാലം അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു 2 ദിവസം മുമ്പായിരുന്നു ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അന്നാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ വന്നെന്ന് തോന്നുന്നു അല്ലേ? അന്നാണ് അങ്ങേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ലഭിച്ചത്. അപ്പോ ഇറാനിൽ താങ്കൾ എവിടെയാണ് ഇറാനിലുള്ളത്? ഇസ്ഫഹാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇസ്ഫഹാൻ, ഇറാന്റെ ഒരു നടുഭാഗമായിട്ടുള്ള ഇസ്ഫഹാൻ എന്ന് പറയുമ്പോൾ പഴയ ഇറാന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ഒരു 150 വർഷം മുന്നേ ഇറാന്റെ ക്യാപിറ്റൽ ആയിരുന്ന നഗരമായിരുന്നു ഇസ്ഫഹാൻ. അവിടെ ഉള്ളത് ഇപ്പോ ഈ നമ്മുടെ നാട്ടിലെ പണ്ട് പേർഷ്യയെ പോവുകയാണ്, പഴയ സിനിമകളൊക്കെ കണ്ട പേർഷ്യയെ പോവുകയാണെന്ന് പറയുന്നതായിരുന്നു ഒരു വലിയ കാര്യം. ഗൾഫും പേർഷ്യയായിരുന്നു. ശരിക്കും പേർഷ്യ ഇറാൻ ആയിരുന്നല്ലോ. ഇറാനില്, അതായത് നമ്മുടെ മലയാളികളുടെ സ്വപ്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ, പേർഷ്യ തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ഇറാനിലെ ജീവിതം? എങ്ങനെയുണ്ട് അവിടെ? അങ്ങ് നേരിട്ട കാര്യങ്ങൾ, നേരിട്ട് അനുഭവിച്ച ഇറാനിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇറാനിലെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാറുണ്ട്. അതായത് പ്രധാനമായും ട്രേഡിംഗ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖല. അപ്പം ആളുകളുടെ ഒരു പച്ചയായ ജീവിതം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ വളരെ വളരെയധികം ബഹുമാനവും ഇന്ത്യക്കാരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഒരു 90-95% ആളുകളും ഇന്ത്യൻ സിനിമയും, അതായത് ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ഋത്തിക് റോഷൻ, നമ്മൾ കാണുന്നേക്കാളേറെ ഇന്ത്യൻ ഫിലിം കാണുന്ന, ഇന്ത്യൻ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ രണ്ടാമത്തത്, എല്ലാവർക്കും നമ്മൾ ഒരു ഇന്ത്യക്കാരനാന്ന് പറയുന്നതോടുകൂടി അവരെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി അവരെ അപ്പൊക്കെ ഒരു ഹിന്ദിയിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞ് ഭയങ്കര ആതിഥ്യ മര്യാദ ഉള്ള ഒരു സംസ്കാരമാണ് പേർഷ്യൻ കൾച്ചർ. അതായത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല്, നമ്മളെ വീട്ടിലൊരു അതിഥി വരിക എന്ന് പറയുന്നത്, ഞാൻ വളരെ പച്ചയായി പേർഷ്യൻ സംസ്കാരവും ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് ഒരാളെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാല് അത് എല്ലാവരും ഒരു കുട്ടി വിടാതെ എല്ലാവരും എന്റെ അതിഥിയായി വീട്ടിലേക്ക് വരാനും വീട് ഒഴിഞ്ഞു തരാനും, അതിപ്പോ നമ്മളൊരു വിദേശി അല്ലെങ്കിൽ പോലും ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു അതിഥി സ്നേഹികളാണ് ഇവര്. പിന്നെ വേറെ ഞാൻ വളരെയധികം എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്ത ഒരു പേർഷ്യൻ കൾച്ചറിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ PDF പോയി ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ബില്ല് ചെയ്യാൻ നേരത്ത് അവര് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും എല്ലാവരോടും പറയും പൈസ വേണമെന്നില്ല, എന്റെ അതിഥിയായിട്ട് പൈസ വേണം. അത് അവര് പറയും. അത് മനസ്സറിഞ്ഞ് നമ്മൾ ഒരു 99% ആളുകളും, 1% അത് യാദൃശ്ചികമായിട്ട് മറന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു സാധനം, നമ്മളൊരു സാധനം വാങ്ങി കടയിൽ പോയി ഭക്ഷണം കഴിച്ചാല്, പീടികയിൽ പോയി ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാല് അത് കബൂലിനതാരെ, അതായത് പൈസ വേണമെന്നില്ല, എന്റെ അതിഥിയായിട്ട് നിൽക്കാന്നുള്ള പേർഷ്യൻ സംസ്കാരത്തിൽ അങ്ങനത്തെ കുറച്ച് വളരെയധികം എന്നെ എപ്പോഴും പിന്നെ ഒരു വ്യത്യസ്തമായി തോന്നിപ്പിച്ച 2-3 അനുഭവങ്ങളാണ് ഇത്. ഈ പ്രത്യേകിച്ച് ഇന്ത്യക്കാരോടുള്ള ഒരു മനോഭാവം, രണ്ടാമത് ഈ വിരുന്നുകാരെ, അതിഥികളെ അവര് വല്ലാതെ ഈ പേർഷ്യൻ കൾച്ചറിൽ വല്ലാത്തൊരു പ്രസക്തിയും അതിന് വല്ലാത്തൊരു ഇമ്പോർട്ടൻസും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങേക്ക് അവിടെ ചെന്ന, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാജ്യങ്ങൾക്കും എല്ലാം വലിയ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ കട്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ കണക്ഷനും. അപ്പൊ ഇപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ തീർന്നു, എല്ലാ കാര്യങ്ങളും സ്റ്റഡി ആയി പോവുകയാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു സമാധാനം ലോകത്തിന്റെ എല്ലായിടത്തേക്കും തിരിച്ചു വന്നു. ഇടയ്ക്ക് നമ്മളെല്ലാം പേടിച്ചു, എണ്ണവില കൂടും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു സമാധാനം തിരിച്ചു വന്നതിന് അവിടുത്തെ ആൾക്കാർക്ക് ഒരു സന്തോഷവും ആനന്ദവും, അതെങ്ങനെയാ കാണുന്നത്? ഇവിടുത്തെ ആളുകള് പൊതുവെ എല്ലാവരും ഒരു അതായത് പിന്നെ എല്ലാവരും വളരെ അധികം വിദ്യാഭ്യാസമുള്ളവരും, 98% ഇവിടെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. പിന്നെ എന്ന് പറഞ്ഞാല് ഈ ആളുകളൊക്കെ വെൽ മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന, സംസാരത്തിലായാലും ഇടപെടലുകളിലായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര പൊളൈറ്റ്നെസ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മളിപ്പോ ഒരാളോട് ചെന്ന് സംസാരിച്ച് തുടങ്ങുമ്പോ തന്നെ നമ്മള് ഒരു റിപ്പീറ്റേഷനിൽ വളരെ ഭവ്യതയോടു കൂടി അത് ഒരാളെന്നല്ല, ഇവിടുത്തെ ഒരു ഭാഷയുടെ, ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതായത് നമ്മളൊരു നേരെ ചെന്ന ഒരാളോട് ഒരു കാര്യം ചോദിക്കല്ല, അതിന്റെ മുന്നേ 2-3 തവണ ക്ഷമാപണം അല്ലെങ്കിൽ അതിന്റെ പിന്നെ വിവരങ്ങൾ അന്വേഷിച്ച് ഭയങ്കര ഒരു പൊളൈറ്റ്നെസ്സും ആളുകൾ
പൊതുവെ പിന്നെ സംസാരത്തിലായാലും ഇടപഴകലിലായാലും വളരെയധികം ഒരു സിവിലൈസ്ഡ് ആയ, ശരിക്കും പറയാം നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ 7000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രമുള്ള ഒരു നാടാണ് പേർഷ്യ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു പിന്നെ പൊളിറ്റിക്സോ അതോ ഇതൊന്നുമല്ല പൊതുവെ വരുന്നത്. അതായത് ഇവര് അവരുടെ സ്വയം ഈ പേർഷ്യൻ കൾച്ചറിൽ വളരെയധികം ആ ഒരു ഹെറിറ്റേജിൽ അഭിമാനം കൊള്ളുന്ന, അതിൽ വളരെയധികം പ്രൗഢിയുള്ള, അവരെ എല്ലാ വിഷയത്തിലും അത് ഇന്നും ഊന്നിപ്പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഒരുപക്ഷെ ഇത് ആളുകൾ എല്ലാം നല്ല അറിയേണ്ടത്, ലോക ചരിത്രത്തിൽ തന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് അടക്കമുള്ള ആദ്യ കാര്യങ്ങൾ കൊണ്ടുവന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ പഴയ പേർഷ്യ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാൻ. അതായത് പഴയ അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്രാജ്യങ്ങൾ, ഗ്രീസ് അടക്കമുള്ളവരെ കീഴടക്കി പേർഷ്യയാണ് പണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാന ശക്തിയായിട്ട്, ഇന്നത്തെ അല്ല പഴയ ലോകത്തിലെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി നിന്നിട്ടുള്ളത്. അപ്പം പേർഷ്യയിലെ അങ്ങ് കണ്ടെത്തിയ അപ്പം ആൾക്കാരുടെ പൊളൈറ്റ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. അവിടെ എങ്ങനെയാണ് അവിടെ ബിസിനസ് ഫ്രണ്ട്ലി ഒക്കെയാണോ കാര്യങ്ങൾ? ബിസിനസ് അടക്കമുള്ള കാര്യങ്ങളുടെ പോസിബിലിറ്റി എന്തൊക്കെയാണ്? ഈ സാങ്ഷൻ കാരണം കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതായത് പൈസയുടെ മൂല്യം കുറവ്. അല്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാച്ചുറൽ റിസോഴ്സസുകൾ ഇത്ര അധികം ഉള്ള ഒരു രാജ്യമാണത് എല്ലാ നിലക്കും. അതായത് ഇവിടുത്തെ മണ്ണാണെന്നുണ്ടെങ്കിൽ കൃഷിക്ക് വളരെ അനുയോജ്യമായ, 365 ദിവസവും വിളവെടുക്കാൻ പറ്റിയ ഒരു വളരെ എല്ലാം കൊണ്ടും പ്രകൃതി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ കച്ചവടത്തിലാണെന്നുണ്ടെങ്കിലും ധാരാളം സാധ്യതകളുണ്ട് ഇറാനില്. പിന്നെ പിന്നെ ഇത് ട്രേഡിങ്ങില്, അല്ലാതെ ഇവിടുത്തെ ലോക്കലിൽ തന്നെ ധാരാളം, പിന്നെ ലോകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പച്ചവെള്ളത്തിനേക്കാൾ വില കുറവ് പെട്രോളിനും ഡീസലിനും ഉള്ള ഒരേ ഒരു രാജ്യം ഇറാനായിരിക്കും. 1 ലിറ്റർ വെള്ളത്തിന് ഇവിടെ 15 റുപ്യ നാട്ടിലെ പൈസ വേണ്ടി വരും. പക്ഷെ 1 ലിറ്റർ പെട്രോളിന് ഇന്നത്തെ ഇന്ത്യൻ പൈസയിൽ ഒരു 3.5 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഡീസലിന് ഇപ്പം പിന്നെ ഇവിടെ ഈ സബ്സിഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 1500 ലിറ്റർ ഡീസലൊക്കെ 350 റുപ്യ 400 റുപ്യക്കാണ് എന്താവണത്. വെള്ളത്തേക്കാൾ ലാഭമാണ് പെട്രോളും ഡീസലും അല്ലേ? പെട്രോളും ഡീസലും ഇവിടെ ആളുകൾക്ക് തീരെ വില ഇല്ലാത്ത, ഗ്യാസ് ആയാലും ഒരു സിലിണ്ടർ ഒക്കെ നിറയ്ക്കാൻ 100 റുപ്യ 150 റുപ്യക്ക് ആവുള്ളൂ. ഈ ഇറാനെ ഇപ്പോൾ ഇറാന്റെ ഒരു ശക്തിയും ഇറാന്റെ പ്രതിരോധവും ഒക്കെ ഇന്ന് ലോകത്തിൽ ഒരുപാട്, പ്രത്യേകിച്ച് അമേരിക്കയിലെ വലതുപക്ഷ മാധ്യമങ്ങളടക്കം പ്രശംസിക്കുകയും മറ്റും ചെയ്യുകയുണ്ടായി. അപ്പം ഇറാൻ ഒരു സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്ത് നിന്നു എന്നുള്ളൊരു ഫീലും മാത്രം ഉണ്ടായി അവിടുത്തെ ജനങ്ങൾക്ക്. പക്ഷേ ഒരു റെസീലിയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ എന്താ അങ്ങേക്ക് ഒരു റിഫ്ലക്ഷൻ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ ഇവിടുത്തെ ജനങ്ങളൊന്നും അത്ര വലിയ ബോധേഡോ, അതായത് ഇങ്ങനെ പ്രശ്നങ്ങളോ ആരും അങ്ങനെ പേടിച്ച് നടക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും അവരവരുടെ ദൈനംദിന കാര്യങ്ങളും അല്ലെങ്കിൽ അവരവരെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് എന്നല്ലാതെ അവർക്ക് ഈ ഒരു ആത്മവിശ്വാസം അവരിലെല്ലാവരിലും ഉണ്ട്. ഇത് നിൽക്കും, സമാധാനം വരും, ഇതങ്ങനെ വേറെ ഒരു ലെവലിലേക്കൊന്നും പോകൂല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം എല്ലാവരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഷിയ മുസ്ലിം വിഭാഗമല്ലേ കൂടുതൽ അല്ലേ? പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ലോകത്തിലുള്ള സുന്നികളാണ് കൂടുതൽ. ഇവിടെ ഒരു ഷിയ വിഭാഗത്തിനല്ലേ ഒരു നമ്പർ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ സുന്നികളുണ്ട്, ഷിയ ഉണ്ട്. ഇപ്പൊ തബ്രീസ് നോർത്ത് ഭാഗത്താണ് കൂടുതൽ പോപ്പുലേഷൻ. അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഞാൻ തന്നെ പല ചർച്ചും ഇതൊക്കെ ട്രാവലിംഗിൽ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ വലിയൊരു ആളുകളൊന്നും അങ്ങനെ ഒരു അസഹിഷ്ണുത ഉള്ള ആളുകളായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഇതുവരെ. എല്ലാവരും ആരും അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ അതുമല്ല, ഇറാനിന്ന് ഇഷ്ടംപോലെ ആളുകൾ ഇന്ത്യയിൽ പഠിക്കാൻ വരുന്നുണ്ട്, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് വിവാഹം കഴിച്ച ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുപോലെ ഇന്ത്യക്കാരെ വിവാഹം കഴിച്ച ധാരാളം ഇറാനികളുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 50 വർഷം മുന്നേ ഇറാനിൽ ധാരാളം ഇന്ത്യൻ ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അന്നൊന്നും ഇവിടെ അങ്ങനത്തെ ഒരു വലിയൊരു ആളുകളൊക്കെ സെക്യുലറായിട്ട് തന്നെ ചിന്തിക്കുന്ന, വളരെയധികം പോസിറ്റീവായിട്ടുള്ള, വളരെയധികം ഒരു പിന്നെ മതേതരത്വമായി ചിന്തിക്കുന്ന ആളുകളായിട്ടാണ് എൻ്റെ അനുഭവത്തിലും എനിക്കും ഇതുവരെ ഇവിടുത്തെ ഞാൻ ചെയ്ത യാത്രകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഈ കേട്ടിരിക്കുന്നവർക്ക് അറിയാനാണ്, അതായത് ഇറാൻ യഥാർത്ഥത്തിൽ പേർഷ്യൻ ഭാഷയിലാണ് ആധുനിക കാലത്ത് പോലും ഏറ്റവും കോട്ടിയപ്പെടുന്ന ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. റൂമി ഇന്നും പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കോട്ടിയപ്പെടുന്ന പോയറ്റ്സിൽ ഒന്നാണ്.
അപ്പോൾ ഇറാൻ്റെ വലിയൊരു ചരിത്രവും ലെഗസിയും ഒക്കെയാണ്, ഒരു സാംസ്കാരിക പൈതൃകം. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഇറാനിൽ പോയി വളരെ പ്രഭാവിതരായിട്ടുണ്ട്. നമ്മുടെ അലാമ മുഹമ്മദ് ഇക്ബാൽ അടക്കമുള്ള ഒരുപാട് പേര് സാരേ ജംസച്ച് എഴുതിയത് ഈ ഇറാൻ കൾച്ചറിൻ്റെ ഒരുപാട് സൗന്ദര്യങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോവും, അങ്ങനെ ഒരു കാര്യത്തിലേക്കാണോ ഇപ്പം അങ്ങൊക്കെ കാഴ്ചപ്പാട്? എന്താ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് വരുന്നത്? തീർച്ചയായും എല്ലാ മാനവികത ആഗ്രഹിക്കുന്ന ആളുകളും സമാധാനവും ജനങ്ങളെ, സാധാരണ ജനങ്ങളുടെ നല്ല ജീവിതവും അവരുടെ സുരക്ഷയും ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ ഒന്ന് സമാധാന ചുറ്റുപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇനിയും കൂടുതൽ ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് തന്നെ പോകും. കാരണം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ജനങ്ങൾ ആരും അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നവരോ അങ്ങനെ പ്രശ്നങ്ങൾ ആഗ്രഹിക്കുന്നവരോ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും എല്ലാവർക്കും എന്താ പറയാ അവരവരുടേതായ ഒരു ജീവിതം, അവർക്ക് ഈ സാങ്ഷനുകളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് തരണം ചെയ്ത് അവർക്കും ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഒരു എല്ലാ അതിർത്തികളൊന്നും ഇല്ലാത്ത ആ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇവിടെ ഇടപഴകിയ എന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ രണ്ടോ മൂന്നോ ചോദ്യം കൂടി. ഇപ്പൊ ഇറാനിൽ എന്താ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു പോസിബിലിറ്റി വരാനും കാര്യങ്ങളും? കാര്യം ആദ്യമൊക്കെ ഇറാൻ, പേർഷ്യ, ഇപ്പം ഇന്ന് കൂടുതൽ UAE-യിലേക്കാണ് നമ്മുടെ ആൾക്കാർ. നമ്മുടെ മലയാളികളുടെ രണ്ടാം വീട് UAE ആണല്ലോ. ഒരു കാലത്ത് ഇറാനും പേർഷ്യയും ഗൾഫും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇറാൻ ഇപ്പോൾ ഉള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അവിടുത്തെ ആൾക്കാർ വരികയാണെങ്കിൽ പഠനമാകട്ടെ, ജോലിയാകട്ടെ, ഏതൊക്കെ മേഖലയിലാണ്? പ്രത്യേകിച്ച് അദ്ദേഹം ബിസിനസ് അടക്കം പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇറാനില് നമ്മളെ മലയാളികൾ ധാരാളം വസ്ത്രത്തിന്റെ, ഇറാനില് പ്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു മെയിൻ മേഖലയാണ് വസ്ത്രം. നമ്മളെ ധാരാളം മലയാളികൾ ഇവിടെ വസ്ത്രത്തിന്റെ, ഇന്നേഴ്സ്, കോട്ടന്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആപ്പിള്, കാരക്ക, പ്രത്യേകിച്ച് നമുക്ക് ഒരു അഫോർഡബിൾ ആയ നമ്മളെ തീന്മേശയിലേക്ക് എത്തുന്ന പ്രധാന വിഭവങ്ങൾ പലതും നമ്മൾ അറിയാതെ അത് ഇറാനിൽ നിന്ന് വരുന്നതാണ്. ഇറാനിൽ നിന്ന് വരുന്ന പറഞ്ഞാൽ ഇറാനും ഇന്ത്യയുമായി അത്രയും വർഷത്തെ കച്ചവട ബന്ധവും അത്രയും വർഷക്കാലത്തെ ഒരു കൊടുക്കൽ വാങ്ങൽ. അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം വളരെയധികം ലോകത്തിൽ മുൻപന്തിയിൽ നിന്നൊരു രാജ്യമാണ്. ഇന്നും അവര് ടെക്നോളജിയിലായാലും അവരെ സ്വന്തം സാങ്കേതിക വിദ്യകളിലായാലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലായാലും ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ യുദ്ധം പുറപ്പെട്ടപ്പോ കണ്ട് ടെഹ്റാനിലും ഇസ്ഫഹാനിലും തബ്രീസിലും ഒക്കെ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്താവുന്നുണ്ട്. നമുക്കൊരു അഫോർഡബിൾ ആയ പിന്നെ മെഡിക്കൽ ആയാലും അല്ലാതെ ടെക്നോളജി പല മേഖലകളിലായാലും ഇവിടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വളരെയധികം മുൻപന്തിയിലും നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാന്. അപ്പോ അങ്ങനത്തെ പല മേഖലകളും ഇവിടെ സാധ്യതകളുണ്ട്. പിന്നെ ഈ സാങ്ഷൻ ഉള്ളത് കൊണ്ട് ഉള്ള കുറച്ച് പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള പണമിടപാടുകളിലൊക്കെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മുടെ നാട്ടിലെ ഇത് പ്രധാനമായി ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു വലിയ തെറ്റിദ്ധാരണ. ഇറാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരുഭൂമിയുടെ ചിത്രം കാണിച്ചിട്ട് അതാണ് ഇറാൻ എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ഉണ്ട്. ഇറാനിലെ വികസിതമായ സ്ഥലങ്ങൾ, ഇറാനിലെ നഗരങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവ് കുറവ് പലർക്കും ഉണ്ട്. അപ്പൊ അവരോട് ഇറാനിൽ നിൽക്കുന്ന ഒരു മലയാളി എന്ന രീതിയിൽ അങ്ങേക്ക് എന്താ പറയാനുള്ളത്? അതായത് ഇറാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതൊരു 50 കൊല്ലത്തെ ഒരു ഇതുള്ളൂ. നമ്മൾ ശരിക്കും ചരിത്രം നല്ലോണം ഒന്ന് പരതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേർഷ്യ എന്ന് പറയുന്നത് 7000 വർഷത്തെ മനുഷ്യ ചരിത്രം പറയുന്ന മനുഷ്യന്റെ ഒരു ഉറവിടം, നാഗരികതയുടെ ഒരു ഈറ്റില്ലമായി പറയപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അപ്പൊ അത്രയും വർഷത്തെ ഒരു പഴക്കം മനുഷ്യൻ ഇവിടെ ജീവിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പുരോഗതിയും അതിനനുസരിച്ചിട്ടുള്ള സിവിലൈസ്ഡ് മാനേഴ്സും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനമായി ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു പിന്നെ എല്ലാവരും സിറ്റി ബേസ്ഡ് ലൈഫാണ്. ഇവിടുത്തെ ഒരു 70% ആളുകളും ഒരു അർബനൈസ്ഡ് ലൈഫാണ്. അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് ധാരാളം. ആളുകൾ കൂടുതൽ സിറ്റിയിലാണ് താമസം. പിന്നെ അതായത് ഇറാന്റെ അടിഭാഗത്തു നിന്ന് മുകൾഭാഗം വരുമ്പോഴേക്ക് വ്യത്യസ്തമായ ഭൂപ്രകൃതിയും വ്യത്യസ്തമായ മണ്ണും നമുക്ക് ഇറാനിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും നമ്മൾ ഇറാന്റെ ഹൈറ്റുള്ള ഭാഗത്ത് കയറി നോക്കിയാൽ ഇറാൻ കറക്റ്റ് ഓരോ മലഞ്ചെരുവിൽ ഓരോ താഴ്വരകളിലാണ്
എന്താന്ന് പറഞ്ഞാല് ജീവിതം. അതായത് നമ്മള് ഭൂമി കടൽ നിരപ്പിന്ന് ഒരു 1800 2000 അടി ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന കറക്റ്റ് നമുക്ക് അതിന്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കി ഇറാന്റെ ഓരോ ഏരിയയിലെയും പ്രകൃതി എല്ലാം വളരെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പാറകളും മലകളും, അതായത് നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര പ്രകൃതി ഭംഗിയുള്ള ഒരു നാടാണ്. വ്യത്യസ്തമായ, പിന്നെ മഴ കുറവുള്ളത് കൊണ്ട് നമ്മളെ നാട്ടിലെ പോലെ വലിയ തടിച്ച് വളരുന്ന കാടുകളോ, പക്ഷെ അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട്. ഇറാന്റെ മുകൾ ഭാഗം കാസ്പിയൻ കടലിലേക്ക് എടുത്തു ചെല്ലുമ്പോൾ നമ്മളെ കേരളത്തിന്റെ ആ ഒരു പ്രകൃതിയായിട്ട് നല്ല തിങ്ങി നിറഞ്ഞ കാടും മരങ്ങളും. അല്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ് വരുന്ന, തണുപ്പ് വരുന്ന, കുറ്റിക്ക് ഒരു കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ പിന്നെ തഴച്ചു വളരാത്ത വലിയ മരങ്ങളില്ലാത്ത, മഞ്ഞുകാലാവുമ്പോ ഇല കൊഴിയാൻ പറ്റിയ, അതായത് വ്യത്യസ്തമായ കാലാവസ്ഥകൾ നമുക്ക് ഒരു 100 കിലോമീറ്ററിന്റെ വ്യത്യാസത്തിൽ തന്നെ ശരിക്കും നമുക്ക് കണ്ട് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയാണ് ഇറാനിലെ. വളരെ പ്രകൃതി രമണീയമായ, പ്രകൃതി അനുഗ്രഹീതമായ ഒരു നാട് തന്നെയാണ് ഇറാൻ. എന്തായാലും വളരെ സന്തോഷം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് മാത്രമാണ്, അതിൻ്റെ കോൺട്രവേഴ്ഷ്യൽ ആസ്പെക്ട്സ് അല്ല. രാജ്യങ്ങളുടെ ഇടയിലുള്ള ബന്ധം, വ്യക്തികളുടെ ഇടയിലുള്ള ബന്ധം, വ്യത്യസ്ത രാജ്യങ്ങളിലെ മനുഷ്യരുടെ ഇടയിലുള്ള ബന്ധം നന്നാക്കുകയാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം എന്നുള്ളത്. അത് തന്നെയാണ് പോപ്പ് പറയുകയുണ്ടായി, ആദരണീയനായ പോപ്പ് പറയുകയുണ്ടായി, എല്ലാ തരം സംഘർഷങ്ങൾക്കെതിരെയും വയലൻസിനെതിരെയും നമ്മൾ മനുഷ്യർ ഒരുമിച്ച് നിൽക്കണമെന്ന്. 2012 അവിടുത്തെ ആദരണീയനായ അയത്തുള്ള അലി ഖൊമേനി നമ്മുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ജിയെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഗാന്ധിജിയുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യങ്ങളിലും വളരെ ഇംപ്രസ്ഡ് ആണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ കറുത്തവർഗ്ഗക്കാർക്ക് വേണ്ടി അടക്കമുള്ള പോരാട്ടത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ ഫോർമർ പ്രസിഡന്റ് ഹസൈൻ റുഹാനി പറയുകയുണ്ടായി, മനുഷ്യരാശിയുടെ നന്മയുടെ ഫ്രണ്ടിലോട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഗാന്ധിജി ഓർക്കേണ്ട കാര്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ എല്ലാ രാജ്യങ്ങൾ തമ്മിൽ ലവ്, ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റിസ്, ലോഫുൾനെസ് ആൻഡ് നോൺ വയലൻസ് ഉണ്ടാകണമെന്നുള്ളതാണ്. അതാണ് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യം. നമ്മുടെ അലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞൊരു കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇറാൻ എന്ന് പറഞ്ഞ പേര് വരുന്നത് ആര്യാനം എന്ന വാക്കിൽ നിന്നാണ് ഈ ഇറാൻ എന്ന പേര് യഥാർത്ഥത്തിൽ വരുന്നത്. അപ്പം മഹത്തരമായ ആര്യൻ സംസ്കാരവും വിശുദ്ധമായ ഇസ്ലാം മതവും ഒരുമിച്ച് ചേരുന്നതാണ് ഇറാൻ എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം മനോഹരമായി നിർവചിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ, ഇറാനും ഇസ്രായേലും US-ഉം ഇന്ത്യയും അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാനം ഉണ്ടാകട്ടെ. ഇറാനിൻ്റെ ഒരു ഉൾക്കാഴ്ച തന്നതിന് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഗോഡ് ബ്ലസ്. ലോകത്തിലേക്ക് സമാധാനം വരട്ടെ, വ്യക്തികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നന്നാകട്ടെ, ലോക സമാധാനം ഉണ്ടാകട്ടെ. താങ്ക് യു കേട്ടോ ജി. താങ്ക് യു സോ മച്ച്. ഇന്ന് ഇറാൻ എംബസി പറഞ്ഞതുപോലെ ജയ് ഇറാൻ, ജയ് ഹിന്ദ്. താങ്ക് യു.